ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും എൻ.ഡി.എ വയനാട് സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. വോട്ട് ചെയ്തു, എത്രത്തോളം ഇനിയിപ്പോൾ? നല്ല ആത്മവിശ്വാസമാണ്. കാരണം ഈ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമാണ്. LDF-നും UDF-നും എതിരായിട്ടുള്ള വലിയ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. മാത്രമല്ല, ഇനി വികസനം ഉണ്ടാവണമെങ്കിൽ, കാര്യം നടക്കണമെങ്കിൽ മോദി സർക്കാരിനോടൊപ്പം നിൽക്കണം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് വോട്ടർമാരെല്ലാവരും. കാരണം അദ്ദേഹം പറഞ്ഞത് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് ഇത്തവണ ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് വോട്ടിംഗ് ആയിരിക്കും. മോദിജിക്ക് അനുകൂലമായിട്ട്, അദ്ദേഹത്തിന്റെ വികസന രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പോസിറ്റീവ് വോട്ടിംഗ് വളരെ ശക്തമായിട്ട് ഇവിടെ ഉണ്ടാവും. LDF-നും UDF-നും എതിരെ ശക്തമായ ജനവികാരവുമുണ്ട്. CPM അടപടലം തകരും എന്നൊരു CPM അടപടലം തകരും. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ പാർട്ടിയുടെ പല ഘടകങ്ങൾ, ഇപ്പൊ തന്നെ പല ഘടകങ്ങളും നിർജ്ജീവമായി കഴിഞ്ഞു. കാരണം ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കാതിരിക്കാനാവില്ല. കാരണം അവരുടെ പാർട്ടി തകരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ CPM-ന്റെ കഥ കഴിയുമെന്നുള്ള സംശയമില്ല. LDF ഗവൺമെന്റും അതുപോലെ തന്നെ UDF ഗവൺമെന്റും ഇപ്പോൾ BJP കൂടുതലായിട്ട് വ്യാപകമായി പ്രചരണത്തിലുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ BJP-യിലേക്ക് വരുന്നു. അപ്പോൾ അവർ വലിയൊരു വെപ്രാളത്തിലാണ്. തീർച്ചയായിട്ടും വളരെ വലിയ വെപ്രാളമല്ലേ. അത് എല്ലാ മണ്ഡലങ്ങളിലും ആരോപണം ഉന്നയിക്കുകയാണ്. അവിടെ സഖ്യം, ഇവിടെ സഖ്യം, ആ ധാരണ ഈ ധാരണ എന്നൊക്കെ പറഞ്ഞ് രണ്ടു കൂട്ടർ ഉന്നയിക്കുകയാണ്. അതിന് BJP അവർ ഭയപ്പെടുന്നു എന്നുള്ളൊരു തെളിവാണല്ലോ. BJP വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഈ വ്യാജ പ്രചാരണങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഇത് ജനങ്ങൾ BJP-യുടെ വിജയം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത. സർക്കാരിൽ ഒരു മന്ത്രിമാർക്കും തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അതായത് കേരള സംസ്ഥാന സർക്കാർ ചില മന്ത്രിമാർ ചില ഇടപെടലുകൾ നടത്തുന്നു. മന്ത്രിസഭയില്ലെന്ന് ഇവിടെ അമ്മായിയപ്പനും മരുമാനും മാത്രമേ ഉള്ളൂ. എന്ത് മന്ത്രിസഭയുള്ളത്? എല്ലാ വകുപ്പും ഭരിക്കുന്നത് റിയാസാണ്. മുഹമ്മദ് റിയാസാണ് എല്ലാ വകുപ്പുകളും കൈയിട്ട് വരുന്നത്. അത് മന്ത്രിമാർക്ക് തന്നെ അറിയാം. ഒരു മന്ത്രിക്കും യാതൊരു തരത്തിലുള്ള അധികാരങ്ങളുമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കുടുംബ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അത് പാർട്ടിക്കുള്ളിൽ വലിയ അമർഷമുണ്ട്. ഇപ്പൊ ജയരാജനൊക്കെ പറയുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നും അതാണ്. സർക്കാരില്ല, മുഖ്യമന്ത്രി തന്നെ മകളുടെ ഭർത്താവും ചേർന്നിട്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇലക്ഷന് ശേഷവും വയനാട്ടിൽ സജീവമായിട്ടുള്ള തീർച്ചയായിട്ടും വയനാടിനെ ഞങ്ങൾ വികസിത വയനാടാക്കി മാറ്റുന്നതുവരെ ഞങ്ങൾക്ക് വിശ്രമമില്ല. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് വയനാട് NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.